കൊച്ചി കളമശ്ശേരി TVS കവലയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് വാതക ചോർച്ചയുണ്ടായി. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും BPCL അധികൃതരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായിപ്പോയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. ലോറി പുലർച്ചെയോടെ അവിടെ നിന്ന് ഉയർത്തിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്യാസ് ലീക്കേജ് മറ്റു അപകടമൊന്നുമില്ല, എഞ്ചിൻ ഓയിൽ ലീക്കേജ് മാത്രമേ ഉള്ളൂ. വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വണ്ടിയുടെ നിയന്ത്രണം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണ് പറ്റിയത്, അല്ല വേറൊന്നുമല്ല. നമുക്ക് 5 കൊല്ലമായിട്ട് ഇവിടെ ഇതിലെ ഓടിക്കുന്നത്, 5-6 കൊല്ലമായി. അത് ഈ സമയത്തുള്ള ആയിപ്പോയി, എന്തിനെ അറിയാമായിരുന്നു. ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും, ഇത്ര റോഡ് ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും. അതൊരു tedious പ്രോസസ്സാണ്. അപ്പോൾ അതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ അതിൽ ഗ്യാസ് മാറ്റാനായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ആക്കിയിട്ട് വേറെ ക്യാബിൻ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന കളമശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രാത്രി മുഴുവൻ പണിപ്പെട്ടാണ് ഇത് മാറ്റാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടാങ്കർ ലോറി കൂടുതൽ വിവരങ്ങൾ എന്താണ് ഓൺ ദ സ്പോട്ടിൽ നിന്ന് താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. നിലവിൽ ഇപ്പോൾ ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇരുമ്പനത്ത് നിന്നൊരു ക്യാബിൻ എത്തിച്ചിട്ടുണ്ട്. ആ ക്യാബിൻ ഇതിലേക്ക് ഘടിപ്പിച്ച് അതിനുശേഷം ഇവിടെ നിന്ന് ഈ ടാങ്കർ നേരെ ഇരുമ്പനത്തെ BPCLന്റെ റിഫൈനറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി പിന്നീട് ഇത് ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കുക. ഗുജറാത്തിലേക്ക് പോകുമ്പോഴേ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കളമശ്ശേരി HMT ജംഗ്ഷനിൽ വെച്ച് ആ കാണുന്ന ആ സ്ഥലത്ത് വെച്ച് ഇത് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പിന്നീട് ടാങ്കർ ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ ഉയർത്താൻ കഴിഞ്ഞത്. ഉയർത്തുന്നതിനിടയിലാണ് വാതക ചോർച്ച ഉണ്ടെന്ന വിവരം ലഭിച്ചത്. അതിനുശേഷം വേഗത്തിൽ തന്നെ ഫയർഫോഴ്സും മറ്റ് BPCL അധികൃതരും ചേർന്ന് അത് ആ ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വൈകാതെ തന്നെ ഇവിടുന്ന് താൽക്കാലികമായൊരു ചോർച്ച അടക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. വൈകാതെ ഇവിടെ നിന്ന് മാറ്റി പിന്നീട് റിഫൈനറിലേക്ക് അതിവേഗം എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BPCL ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ആൻഡ് ബോയിലേഴ്സ് യൂണിറ്റാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം സുരക്ഷാ നടപടികൾ പാലിച്ചാണോ 20 ടൺ വാതകം റോഡ് മാർഗം കൊണ്ടുപോയതെന്ന ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രൊപ്പലൈൻ ഗ്യാസാണ് ഇതിനകത്തുള്ളത്. സ്വാഭാവികമായിട്ടും LPG പോലെ അല്പം അപകടകരമായ ഒരു വാതകമാണ്, വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ നടപടികളെല്ലാം തന്നെ പാലിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരികയാണ്. ഇതിലെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണ്. ഒരു ജീവനക്കാർ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. അത്തരത്തിൽ സുരക്ഷാ നടപടികളെല്ലാം പാലിച്ചു തന്നെയാണോ ഈ ടാങ്കർ കളമശ്ശേരിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോയതെന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ടാങ്കർ ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ് BPCL അധികൃതരും അതോടൊപ്പം തന്നെ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇരുമ്പനത്തെത്തിക്കും. അതിനുശേഷം നേരെ ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കും. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.